ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ഒരു വീക്കെൻഡ് മോർണിംഗ് റുട്ടീനാട്ടോ. അതുകൊണ്ടാണ് ഗുഡ് മോർണിംഗ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. സാധാരണ ദിവസങ്ങളിൽ ഞാൻ എണീക്കാറുള്ളത് 4 മണിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഇന്ന് എണീറ്റിരിക്കുന്ന ഒരു 6:30 ഒക്കെ ആയി. അല്ലാത്ത ദിവസങ്ങളിൽ ചില സമയത്ത് ഞാൻ 8 മണി വരെ കിടന്ന് ഉറങ്ങിയ ദിവസങ്ങളും ഉണ്ട് കേട്ടോ. ഇന്ന് പ്രത്യേകിച്ച് എനിക്ക് വീഡിയോ കൂടെ എടുക്കണതുകൊണ്ട് കുറച്ചും കൂടെ നേരത്തെ എണീറ്റു. പക്ഷേ ഇങ്ങനെ നേരത്തെ എണീക്കണതാണ് എനിക്ക് കുറച്ചും കൂടെ സൗകര്യം. എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പിള്ളേരിൽ ഏതെങ്കിലും ഒരാൾ വീക്കെൻഡ് ആയിക്കഴിഞ്ഞാൽ എപ്പോഴും വേഗം എണീറ്റ് വരും കേട്ടോ. വേഗം എണീക്കണേനല്ല പ്രശ്നം, എണീറ്റ് കഴിഞ്ഞാൽ ദാ അമ്മയെ വിശക്കണോ എന്ന് പറഞ്ഞ് വരൂ കേട്ടോ. അപ്പോൾ ദാ എൻ്റെ മൂത്ത ആൾ ഇതാ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവളോട് പറയുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആവാൻ സമയം എന്തൊക്കെയായാലും എടുക്കും, അതുകൊണ്ട് കുറച്ച് നേരം അവിടെ പോയിരുന്നോ എന്ന് പറയണം കേട്ടോ. അപ്പം അവൾ പറഞ്ഞു എനിക്ക് ടി വി കാണുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ടി വി കാണാൻ പോയി അവൾ. അത് കഴിഞ്ഞിട്ട് എൻ്റെ പ്രത്യേകിച്ച് മോർണിംഗ് റൂട്ടീൻ അങ്ങനെയൊന്നുമില്ല. അടുക്കളയിൽ വരിക, പിന്നെ ഇതാ രാത്രി കഴുകി വെച്ച പാത്രങ്ങളെല്ലാം അതിൻ്റെതായ സ്ഥാനത്ത് വെക്കുക കേട്ടോ. എനിക്കിവിടെ ചെറിയൊരു ടബ്ബ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് പാത്രമെല്ലാം കഴുകി വെക്കാനായിട്ട്. അപ്പം അത് കുഴപ്പമില്ലാതെ നല്ല ഉപകാരമുള്ള ഒരു ഇതാണ് കേട്ടോ. വലുതായിട്ട് അങ്ങനെ വെള്ളം കുറേ പാത്രങ്ങളുണ്ടെങ്കിൽ വെള്ളം അങ്ങനെ പോയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതാ ഞാനിങ്ങനെ പാത്രങ്ങളെല്ലാം എടുത്ത് അതിൻ്റെതായ സ്ഥാനത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കത് അങ്ങനെ വെച്ചാൽ എനിക്കൊരു തൃപ്തിയുള്ളൂ. അപ്പോൾ രാവിലെ ഞാൻ വന്നതും അത് ആദ്യം ഞാൻ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ പിള്ളേരുടെ ടിഫിൻ ബോക്സും അങ്ങനെ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു. അതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് പിന്നത്തെ എൻ്റെ മെയിനായിട്ടുള്ള പരിപാടിയാണ് ഈ ചായക്ക് വെള്ളം വെക്കുക. ഇതെൻ്റെ മോർണിംഗ് ഡ്രിങ്ക് ആട്ടോ. ഇതിൻ്റെ റെസിപ്പിയായിട്ട് ഞാൻ ഉടനെ തന്നെ വരാം. പിന്നെ നമ്മുടെ ജീരകവും അജ്വൈനും ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കും. അതാണ് ഇവിടുത്തെ പിള്ളേർക്ക് ഞാൻ കൊടുക്കുന്നത്. അവർക്ക് വയറിന് അസുഖവും അങ്ങനെ വേദനയൊന്നും ഇല്ലാതിരിക്കാൻ ഏറ്റവും നല്ലൊരു ഇതാട്ടോ. നമ്മുടെ സാദാ വെള്ളത്തിന് പകരം ഇത് കൊടുത്താൽ മതി. ചെറുപ്പത്തിലേ കൊടുത്തോണ്ട് അവർക്ക് ഇത് കുടിക്കാനും ഇഷ്ടമാണ്. പിന്നെ ഇതാ ഞാൻ മീൻ എടുത്ത് വെച്ചു. ഞങ്ങൾക്ക് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രീസറിലായിരുന്നു. അപ്പം ആദ്യം തന്നെ രാവിലെ അതങ്ങ് എടുത്തിട്ട് ഞാൻ ഇത്തിരി ചൂടുവെള്ളത്തിൽ അത് വെച്ചു കേട്ടോ. അപ്പോൾ അതാ ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ്. അങ്ങനെ കുറച്ച് മത്തി കഴിക്കാൻ തോന്നിയോണ്ട് മേടിച്ചതാണ് കേട്ടോ. വലുതായിട്ട് അങ്ങനെ നല്ല മത്തിയൊന്നും കിട്ടാറില്ല. എന്താ വെച്ചാൽ ഞങ്ങൾ മാർക്കറ്റിൽ പോവാറില്ല. ചിലപ്പോൾ മാർക്കറ്റിൽ കിട്ടുമായിരിക്കാം. ഞങ്ങളിവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ മേടിക്കാറുള്ളത്. അപ്പോൾ അതാ ഇപ്രാവശ്യം നല്ലത് കണ്ടപ്പോൾ മേടിച്ചു എന്നേ ഉള്ളൂ. പിന്നെ അടുത്തത് നമ്മുടെ ദോശമാവ് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. പിള്ളേർക്ക് മാത്രമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ദോശമാവിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടൊമാറ്റോ ചട്നി ആട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ ദാ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ദാ അപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ തിളച്ചു. എല്ലാം വെള്ളവും നമ്മുടെ ജീരക വെള്ളവും ഡ്രിങ്കും എല്ലാം തിളച്ചു. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ടൊമാറ്റോ ചട്നിക്ക് വേണ്ടി കുറച്ച് എണ്ണയും കരിവേപ്പിലയും അതേപോലെ തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു 3-4 വെളുത്തുള്ളിയൊക്കെ ഇട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് പച്ചമുളക് ഇടാം കേട്ടോ. അപ്പം ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. നിങ്ങളത് പ്രിഫർ ചെയ്യില്ലെങ്കിൽ അത് ഇടണ്ട. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ദാ ഇവിടെ എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് കുടിക്കുകയാണ് കേട്ടോ. വളരെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പം എപ്പോഴും എൻ്റെ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ എപ്പോഴും എൻ്റെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യണത് ഈ ഒരു ഡ്രിങ്ക് വെച്ചിട്ടാണ് കേട്ടോ. അപ്പം അത് സൈഡ് ബൈ സൈഡ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. സമാധാനത്തിൽ ഇരുന്ന് കുടിക്കാനുള്ള സമയമില്ല. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ എന്നും കുടിക്കാറുള്ളത്. കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ കുടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ദാ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് അത്യാവശ്യത്തിന് നല്ല രീതിക്ക് തന്നെ ഉള്ളിയും തക്കാളിയും വഴണ്ട് കിട്ടി. അപ്പോൾ ദാ ഞാൻ അതിനകത്തേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഇടുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇതിനകത്ത് പച്ചമുളക് ഇട്ടുകൊണ്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഇടാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ കളറും കിട്ടും, വലിയ എരിവും കാണില്ല. അപ്പോൾ അതും ഇട്ടു. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് വഴറ്റി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരയ്ക്കാന്നുള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ദാ അവിടെ ബാക്കിൽ മോളിരുന്ന് ടി വി കാണലാണ്. അപ്പോൾ ദാ നല്ലോണം എന്താ വഴറ്റി ഓൾമോസ്റ്റ് ആയി. അപ്പോഴേക്കും എന്താ ഇളയ ആളും എണീറ്റ് വന്നു. ഇവർ വീക്കെൻഡ് ആയാൽ എന്തൊക്കെയായാലും ഒത്തിരി നേരം കിടന്ന് ഉറങ്ങാറില്ല. പിന്നെ എനിക്ക് മാവില്ലായിരുന്നു, ദോശമാവില്ലായിരുന്നു. അപ്പം ഞാൻ എനിക്ക് വേണ്ടി ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ വീട്ടിൽ ആർക്കും ഗോതമ്പ് ദോശ ഇഷ്ടമല്ല കേട്ടോ, പക്ഷേ എനിക്കിഷ്ടമാണ്. അപ്പം ഞാൻ എനിക്ക് മാത്രമായിട്ട് ഗോതമ്പ് കലക്കുകയാണ്.
ആഹ് അപ്പം എനിക്ക് ചെറുപ്പം മുതലേ ഗോതമ്പ് ദോശ ഇഷ്ടമാണ്. ഞാൻ പിള്ളേർക്കൊക്കെ കൊടുത്തു നോക്കി. പക്ഷേ അവർ അങ്ങനെ കഴിക്കാറൊന്നുമില്ല. അവർക്ക് വലിയ താല്പര്യമില്ല ഗോതമ്പ് ദോശയോട്. അപ്പോൾ ദാ എൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ചായയും റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചായയും കുടിച്ചു. ചായ പണ്ട് മുതലേ ഉള്ള ഒരു ശീലമാണ്. രാവിലെ കുടിച്ചില്ലെങ്കിൽ എനിക്ക് തലവേദനിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഞാൻ എൻ്റെ ചായ എടുത്ത് കുടിക്കും. പണ്ടൊക്കെ ഞാൻ എൻ്റെ ചായയിൽ ഒരു 3 ടീസ്പൂൺ പഞ്ചസാരയെങ്കിലും ഇടുമായിരുന്നു കേട്ടോ. എനിക്ക് അത്രയും നല്ല മധുരവും കടുപ്പവും വേണം ചായക്ക്. പക്ഷേ ഇപ്പം ഞാൻ 3ന് 1ലേക്ക് കുറച്ച് വന്നിട്ടുണ്ട്. നീ 1ന് കുറയുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ ദാ നമ്മുടെ ഗോതമ്പ് ദോശയ്ക്കുള്ള മാവ് റെഡിയായി. അപ്പോഴേക്കും രഞ്ജിത്തും വിക്കിയും ജോലിക്ക് പോയി. അവർക്കിന്ന് കുറച്ച് നേരത്തേക്ക് പോകണം. അപ്പോൾ ദാ ഇളയാൾ ടാറ്റ പറയുമായിരുന്നു കേട്ടോ. അപ്പോഴേക്കും എൻ്റെ നമ്മുടെ ചമ്മന്തിയുടെ ഉള്ളിയെല്ലാം തക്കാളി വഴറ്റി വെച്ചതെല്ലാം തണുത്തു. അപ്പോൾ ഞാൻ അതൊരു മിക്സി ജാറിലേക്ക് മാറ്റി അത് എന്നിട്ട് നല്ലോണം നമ്മൾ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം കേട്ടോ. അപ്പം അത് പേസ്റ്റാക്കി കിട്ടി ഇതാ ഇങ്ങനെ ഒരു രൂപത്തിൽ. എന്നിട്ട് നെക്സ്റ്റ് നമ്മൾ ആ പാനിൽ തന്നെ ഞാൻ ഇത്രയും കൂടെ എണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ കടുകും വറ്റൽമുളകും പിന്നെ വേണമെങ്കിൽ ഇച്ചിരി കരിവേപ്പിലയൊക്കെ ഇട്ടിട്ട് അതിലേക്ക് ഈ ഒരു പേസ്റ്റ് നമ്മൾ ചമ്മന്തി ചേർക്കണം കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ സാധാരണ ടൊമാറ്റോ ചമ്മന്തി ഉണ്ടാക്കാറുള്ളത്. പല രീതിയുണ്ട്. പല ആൾക്കാരും പല രീതിയിലാണ് ഉണ്ടാക്കുക. ഞാനിത് ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. ഈസിയാണ്, ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം. ഞാൻ കടുക് പൊട്ടാനായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ കടുകൊക്കെ പൊട്ടി. അപ്പോൾ ദാ ഞാൻ ദാ അതിനകത്തേക്ക് നമ്മുടെ ചമ്മന്തി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചമ്മന്തി ഒന്നും കൂടെ നല്ലോണം കടുകിലേക്കെല്ലാം മിക്സ് ചെയ്ത് നല്ല രീതിക്ക് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ചെറിയ ആൾ വന്നിട്ട് പറയാൻ തുടങ്ങി ബ്രഷ് ചെയ്ത് താന്ന്. അപ്പോൾ ഞാൻ പിന്നെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി അവരെ ബ്രഷ് ഒക്കെ ചെയ്യാൻ പോയി. അത് കഴിഞ്ഞിട്ട് ഇതാ മൂത്ത ആൾക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. അവൾക്ക് നല്ല വലിവുണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ അവൾ നല്ല ക്ഷീണത്തിലിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. രാത്രിയൊക്കെ നല്ല വലിവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ നാളത്തേക്ക് ഇഡ്ഡലിക്ക് വേണ്ടി ഇട്ടിരിക്കുകയാണ് കേട്ടോ. അരിയും ഉഴുന്നും ഉലുവയും കൂടെ ഒരുമിച്ചാണ് ഞാൻ ഇടാറുള്ളത്. അപ്പം ഇങ്ങനെ ആരെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ. ഇഡ്ഡലിക്ക് ഞാനിങ്ങനെ തന്നെയാണ് കേട്ടോ ഇടുന്നത്. അടുത്ത ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ബെഡ്ഷീറ്റ് മാറ്റണം. പിന്നെ പുതപ്പൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ഇട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അതാ ഇത് ഞങ്ങളുടെ പുറത്തത്തെ ഒരു വ്യൂ ആണ് കേട്ടോ. പുറത്താണ് ഞങ്ങളുടെ വാഷിംഗ് മെഷീനൊക്കെ. പിന്നെ അങ്ങനെ കുറച്ച് ബെഡ് വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ മൂത്ത ആൾ അവിടെയാണ് കിടക്കുന്നത്. ആ ബെഡിലാണ്. അപ്പോൾ അവൾ വീഴാതിരിക്കാനായിട്ട് അവിടെ കുറച്ച് ബെഡും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങോട്ട് ഭിത്തിയിലേക്ക് ചേർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വിൻഡോ അവിടെ ആയതുകൊണ്ട് നല്ല തണുപ്പടിച്ച് കയറും. അപ്പോൾ അവൾക്ക് കുറച്ചും കൂടെ മുട്ടിൽ കുറച്ചും കൂടെ കൂടുതലായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഭിത്തിയിൽ നിന്ന് കുറച്ച് നീക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തത് നമ്മുടെ സാമ്പാർ ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എന്താ വെച്ചാൽ നാളെ എന്തൊക്കെയായാലും ഇഡ്ഡലിക്കാണല്ലോ. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളത്തേക്കും എടുക്കാം. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ തലയിലേക്ക് എണ്ണ തേക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഓണിയൻ ജ്യൂസും നമ്മുടെ ഫ്ലെക്സീഡ് ഓയിലും നമ്മുടെ ഉണ്ടാക്കിയ ടോണറും. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാൻ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ തലയിൽ തേക്കാൻ പോണത്. സാറ്റർഡേയ്സാണ് എപ്പോഴും ഞാൻ എൻ്റെ തലയിൽ ഓയിലിങ് മിക്കപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു. അതിനിട്ട് സാമ്പാർ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കഷ്ണങ്ങളൊന്നും വലുതായിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് പരിപ്പും ഞാനിവിടെ നമ്മുടെ മസൂർ ദാളാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പരിപ്പും ക്യാരറ്റും പൊട്ടറ്റോയും മാത്രം വേവിച്ചതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ ചീനച്ചട്ടിയിൽ സെപ്പറേറ്റായിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയും തക്കാളിയും പിന്നെ നമ്മുടെ നോർമൽ മസാലാസ് എന്താ വെച്ച് കഴിഞ്ഞാൽ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി പിന്നെ സാമ്പാർ പൊടിയും കൂടി ഇട്ട് നല്ലോണം വഴറ്റിയിട്ടിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാനത് വഴറ്റി കഴിഞ്ഞപ്പോൾ സാമ്പാറിലേക്ക് ഇട്ടു. സാമ്പാറിലേക്ക് ഇട്ടിട്ട് പിന്നെ നമ്മൾ പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെൻ്റെ തട്ടിക്കൂട്ട് സാമ്പാറാണ് കേട്ടോ, വേഗം ഉണ്ടാക്കാനുള്ള രീതിയിൽ. അപ്പോൾ അത് അങ്ങനെ ഇട്ടു. ഞാൻ കുറച്ചിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഉപ്പ് കുറവാന്ന് തോന്നി, ഉപ്പും കൂടി ഇട്ടു കേട്ടോ.
പിന്നെ ദാ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ എന്താ നമ്മുടെ കൊറിയൻഡർ ലീവ്സും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലാസ്റ്റ് കടുക് താളിച്ചിട്ടു. അതിനകത്തേക്ക് കുറച്ച് ഉലുവപ്പൊടിയും പിന്നെ നമ്മുടെ കായവും കൂടെ ചേർക്കണം കേട്ടോ. അങ്ങനെയാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കാറുള്ളത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ദാ സാമ്പാർ റെഡിയായി. അടുത്ത പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനാണ്. എനിക്ക് ഈ മത്തിയാകുമ്പം മണത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അല്ലാതെ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ടേസ്റ്റ് അറിയാമല്ലോ ഭയങ്കര ടേസ്റ്റല്ലേ. എനിക്കിഷ്ടമുള്ളൊരു മീനാണ് കേട്ടോ. അപ്പോൾ അത് അതിനകത്തേക്കുള്ള പേസ്റ്റിന് വേണ്ടി മഞ്ഞൾപ്പൊടി, ഉപ്പ്, നമ്മുടെ കാശ്മീരി ചില്ലി ഇടുന്നുണ്ട്. മറ്റേ നല്ല കുറച്ച് എരിവുള്ള മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനനുസരിച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് ഞാൻ കുറച്ച് നമ്മുടെ വിനെഗറും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് നല്ല രീതിക്ക് പേസ്റ്റ് ആക്കാം കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ മീനിന് പുരട്ടാറുള്ളത്. ചിലപ്പോൾ വിനെഗറൊന്നും ഒഴിക്കില്ല, ചിലപ്പോൾ ഒഴിക്കും. അത് ഓരോ മീനിൻ്റെ അനുസരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതാ മീനൊക്കെ വറുക്കാൻ വെച്ചു. അങ്ങനെ മീൻ വറുത്തത് റെഡിയായി ഓൾമോസ്റ്റ്. അപ്പം ഇന്നത്തെ ഉച്ചഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പാർ ഉണ്ടായിരുന്നു, പരിപ്പുണ്ടായിരുന്നു, ബീട്രൂട്ട് ഉണ്ടായിരുന്നു, കടല ഉണ്ടായിരുന്നു. പിന്നെ ഇത് അവിടെ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് ഇട്ടൊരു കൂമ്പിൻ്റെ തോരനായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. തുണി കഴുകാനിട്ടിട്ടുണ്ടായിരുന്നു. തുണി തോരിയിട്ടു. ഇങ്ങനെ ഒരു സൗകര്യമുള്ള കാരണം ബെഡ്ഷീറ്റൊക്കെ നമുക്ക് നല്ല അപ്പോൾ ഇതൊരു നമ്മുടെ കുഞ്ഞ് ഒരു മോർണിംഗ് റൂട്ടീനായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. കുറേ ആൾക്കാർ എന്നോട് നല്ല അഭിപ്രായം പറഞ്ഞു. ഇങ്ങനത്തെ വീഡിയോ ഇനി ഇടണം എന്നൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും പറ്റുന്ന പോലെയൊക്കെ ഇടാം കേട്ടോ. പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും പിന്നെയും കാണാം. അപ്പോഴത്തേക്കും ടാറ്റാ ബൈ ബൈ.